വീണ്ടും വാർത്തകളിലേക്ക്. പത്തനംതിട്ട കോന്നിയിൽ വനിതാ സംരംഭകയുടെ വസ്ത്രവ്യാപാരശാല പൂട്ടിക്കുമെന്ന് സിപിഐഎം നേതാക്കൾ കടയിൽ കയറി ഭീഷണിപ്പെടുത്തിയതായി പരാതി. പോലീസിൽ പരാതി നൽകിയിട്ടും കുറ്റക്കാർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് വനിതാ സംരംഭക വ്യക്തമാക്കി. അതേസമയം വസ്ത്രവ്യാപാരശാല ആദ്യം നടത്തിയിരുന്ന സംരംഭകനെ കാണാനാണ് തങ്ങൾ വന്നതെന്നും കട മറ്റൊരാൾക്ക് കൈമാറിയതായി തങ്ങൾക്ക് അറിയില്ലായിരുന്നുവെന്നും സിപിഐ നേതൃത്വം വ്യക്തമാക്കി. ചങ്ങനാശ്ശേരിയിലുള്ള 3 പേരായിരുന്നു ഈ കടയ്ക്ക് ഷെയർ. 3 പേര് നടത്തിക്കൊണ്ടിരുന്ന കട ലാസ്റ്റ് ഒരാളെ ഏൽപ്പിച്ച് കട ഏൽപ്പിക്കുമ്പോ അവർ 24 ലക്ഷം രൂപ ഈ ഏൽപ്പിച്ച ആള് ഈ യഥാർത്ഥമായി മറ്റേ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. അവിടെ അന്വേഷിക്കാൻ പോയപ്പോ ആ 3ാമത് കൊടുത്ത ആളിൽ നിന്നും 4ാമത് ഒരാൾക്ക് കട മറിച്ചു കൊടുത്തേക്കുക. കോന്നിയിൽ നിന്ന് വന്നവരും ചങ്ങനാശ്ശേരി നിന്ന് വന്നവരും തമ്മിൽ അങ്ങോട്ടും തർക്കമായി. ഇതിന്റെ യഥാർത്ഥ ആള് ഷബീർ അലി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളെ കാണാനാണ് വന്നത്. അയാളുമായി കണ്ടെങ്കിലേ വിഷയം തീരത്തുള്ളൂ എന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി നിന്ന് വന്നവര് നീതി കിട്ടണമെന്ന് പറഞ്ഞ് പാർട്ടി ഓഫീസുമായി ബന്ധപ്പെട്ടത്. അപ്പൊ നമ്മൾ അന്വേഷിക്കാൻ പോയതാ. ഈ 3ാമത്തെ കക്ഷി ഇവർക്ക് പൈസ കൊടുക്കാനുള്ള 24 ലക്ഷം രൂപ കൊടുക്കാനുള്ള എഗ്രിമെന്റ് വരെ ഇവരിലുണ്ട്. ഇവർ ഈ ഡോക്യുമെന്റ് എല്ലായിട്ടാണ് പാർട്ടി ഓഫീസുമായി വന്നത്. അതിന്റെ ഓണറോടോ ഈ പറയുന്ന സ്ത്രീയോടോ ഈ കടന്ന ആരോടും നമ്മൾ സംസാരിച്ചിട്ടില്ല. പ്രവീൺ പുരുഷോത്തമനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, ഈ ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് സിപിഐ നേതൃത്വം. കടയിൽ കയറി ഭീഷണിപ്പെടുത്തി, അത് പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായിട്ടില്ല എന്ന സംരംഭക ആവശ്യപ്പെടുമ്പോഴും സിപിഎം നൽകുന്ന ഒരു വിശദീകരണം ഇപ്പോൾ എന്താണ് വസ്തുത? ഗുഡ് മോർണിംഗ് ശ്രുതി ആര്യ. പത്തനംതിട്ട കോന്നിയിലെ വസ്ത്രവ്യാപാരശാലയിലാണ് സിപിഐഎം കോന്നി ഏരിയ കമ്മിറ്റി അംഗം രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി അവിടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മാസം 14-നാണ് ഈ സംഭവം ഉണ്ടായത്. ആ വസ്ത്രവ്യാപാരശാലയിലേക്ക് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം രാജേഷ്, ഒപ്പം തന്നെ സിപിഎമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ചെന്നാണ് അവിടെ ഇങ്ങനെയൊരു സംഘർഷ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത്. അതിന് കാരണമായി ഈ വസ്ത്രവ്യാപാരശാലയിലെ സംരംഭക പറയുന്നത്, ഈ പറയുന്ന സിപിഐഎം നേതൃത്വവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അവർ എന്തിനാണ് വന്നതെന്ന് തങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു, കട പൂട്ടിക്കും എന്ന് തന്നെയാണ് ഈ കടയ്ക്കകത്ത് കയറി സിപിഐഎം നേതാക്കൾ വ്യക്തമാക്കിയത്. പിന്നീട് ഈ സംരംഭക തന്നെ കോന്നി പോലീസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി. അതായത് സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ കടയ്ക്കുള്ളിൽ കയറി കട അടപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി കാണിച്ച് കോന്നി പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ 10 ദിവസമായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.